മരണം. എത്രയോ ആളുകൾ മരിച്ചു പിരിയുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 6:45 ഞങ്ങളുടെ പള്ളി കമ്മിറ്റിയിൽ ഒരു മെമ്പർ അദ്ദേഹത്തിന് വീടിന്റെ തൊട്ടടുത്ത് തന്നെ വീടിന്റെ കൊലായിലിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. 6:45 ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം എനിക്ക് കൈ ഉയർത്തി. അബ്ദുള്ള കുട്ടിക്ക എന്റെ വലിയൊരു അമ്മായിയുടെ മകനും കൂടിയാണ്. ഞാൻ വീട്ടിലെത്തി 10 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മകളെ വിളിച്ചു, ഉപ്പാക്ക് എന്തോ അസ്വസ്ഥതയാണ്, മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി, നിങ്ങളൊന്ന് പോകണം. അങ്ങനെ ഞാൻ ദ്രുതഗതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. അവിടുത്തെ ക്രിട്ടിക്കൽ വാർഡിലേക്ക് കയറി. അപ്പൊ തന്നെ അവിടെ കൗണ്ടറിൽ ആൾ പറഞ്ഞു, ആള് മരിച്ചിട്ടുണ്ട്. അപ്പൊ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മരിച്ചു പോകുന്ന ആളുകളാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കുന്നതാണ്. 29-ാം അധ്യായം 50-ാമത്തെ വചനം, 3-ാം അധ്യായം 185-ാമത്തെ വചനം. എല്ലാ നഫ്സും അല്ലേ അല്ലാഹു പറയാണ്, ഞാൻ നിങ്ങൾക്കിടയിൽ വഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. നിങ്ങൾക്ക് മരണം വിധിച്ചിരിക്കുന്നു, നിങ്ങൾക്കിടയിൽ മരണം വിധിച്ചു. അതിനെ അതിജയിക്കാൻ അല്ലാഹു പറയാണ്, ഒരാൾക്ക് മരണത്തെ അതിജയിക്കാൻ കഴിയില്ല. 1400 വർഷമായിട്ട് ഈ ഖുർആൻ അവതരിച്ചിട്ട് ഇന്ന് വരെ ഈ ഒരു വാക്ക് തെറ്റിയോ? ഏതെങ്കിലും ഒരാളെ ജീവിപ്പിക്കാൻ കഴിഞ്ഞോ? മരിച്ചവരെ അല്ലാഹു പറയണം, മരിച്ചാ പിന്നെ നിങ്ങളെ ജീവിപ്പിക്കാൻ കഴിയൂല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ വെല്ലുവിളിക്കും, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ എന്നെ നിങ്ങൾ വെല്ലുവിളിക്കും. നിങ്ങൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ